നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു.ഡി.എഫ് വൻ വിജയം നേടുമെന്ന് എ.ഐ.സി.സി ജനറൽ സെക്രട്ടറിയും രാജസ്ഥാൻ മുൻ ഉപമുഖ്യമന്ത്രിയുമായ സച്ചിൻ പൈലറ്റ്. വടക്കാഞ്ചേരിയിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥി പി.എൻ. വൈശാഖിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച വിഷൻ വടക്കാഞ്ചേരി എന്ന പേരിലുള്ള വികസന സംവാദം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മോദിയും പിണറായിയും ഒരുപോലെയാണ് പ്രവർത്തിക്കുന്നത്. അഴിമതിക്കാരായ ഇടതുപക്ഷ നേതാക്കൾക്കെതിരെ ഒരു കേസ് പോലും കേന്ദ്ര ഏജൻസികൾ എടുക്കുന്നില്ല. കോൺഗ്രസ് നേതാക്കളെ ഇ.ഡി, ആദായ നികുതി വകുപ്പ്, CBI തുടങ്ങിയ കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെട്ട ഒരു അഴിമതി കേസ് പോലും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നില്ല. പിണറായി വിജയൻ വൈദ്യുത വകുപ്പ് മന്ത്രി ആയിരിക്കെ പ്രതിയായ SNC ലാവ്ലിൻ കേസ് 37 പ്രാവശ്യമാണ് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരം മാറ്റിവെച്ചത് എന്നുള്ളത് ഇടതുപക്ഷവും BJPയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിന് ഉത്തമ ഉദാഹരണമാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഭാരതത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് UPA സർക്കാർ ആണവ കരാർ നടപ്പിലാക്കിയത്. എന്നാൽ അമേരിക്കയുടെ മുന്നിൽ ഇഴയുന്ന നയമാണ് മോദി സർക്കാരിന്റേത്. കേരളത്തിലെങ്ങും പിണറായി വിജയന്റെ ചിത്രം മാത്രമുള്ള ബോർഡുകളാണ് സർക്കാർ നിലവിൽ സ്ഥാപിച്ചിട്ടുള്ളത്. മോദിയുടെ പ്രചരണ രീതിയും പിണറായിയുടെ പ്രചരണ രീതിയും സമാനമാണ്. അഴിമതി, സ്വജനപക്ഷപാതം, സ്വന്തക്കാരെ പ്രധാന പദവികളിൽ നിയമിക്കൽ എന്നീ കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരേ തൂവൽ പക്ഷികളാണ്. ഇടതുപക്ഷ വിശ്വാസികളിൽ 40% ആളുകൾ ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരരുത് എന്ന് അതിയായ ആഗ്രഹമുള്ളവരാണ്. ശബരിമല സ്വർണ്ണ കള്ളക്കടത്ത് ഒരു വിഷയമേയല്ല എന്നാണ് കേരള മുഖ്യമന്ത്രി പറയുന്നത്. ശബരിമലയിലെ സ്വർണം കട്ടവർ മുഴുവൻ കേരളം ഭരിക്കുന്ന CPM-കാരാണ്. സ്വർണ്ണക്കൊള്ളക്കെതിരെ ഒരു വാക്കുപോലും BJP മിണ്ടുന്നില്ല. കേന്ദ്ര സർക്കാർ പുതുതായി കൊണ്ടുവരുന്ന വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തെ കോൺഗ്രസ് പൂർണ്ണമായി എതിർക്കുന്നു. ഇതുവഴി രാജ്യത്തെ മത ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ ധ്വംസിക്കലാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. ഭാരതത്തിന്റെ ജാതിക്കും മതത്തിനും അതീതമായി ഒന്നായി കാണാൻ കഴിയുന്ന പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ്. കോൺഗ്രസ് എല്ലാവരുടെയും പാർട്ടിയാണ്. പാവപ്പെട്ടവനും പണക്കാരനും ഒരുപോലെ ജനാധിപത്യ സംവിധാനങ്ങൾ ലഭ്യമാക്കിയത് കോൺഗ്രസ് ആണ്. നാട്ടിൽ നിന്നും വിഭജന രാഷ്ട്രീയം ഉണ്ടാക്കുന്നത് BJP-യാണ്. ആസാമിൽ നുഴഞ്ഞുകയറ്റക്കാരെ കുറിച്ച് പ്രസംഗിക്കുന്ന മോദി ആസാം ഭരിക്കുന്നത് BJP സർക്കാർ ആണെന്ന് പോലും മറന്നാണ് സംസാരിക്കുന്നത് എന്നും സച്ചിൻ പൈലറ്റ് കൂട്ടിച്ചേർത്തു. യോഗത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ K. അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. AICC സെക്രട്ടറി സഞ്ജയ് ദത്ത, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, UDF സ്ഥാനാർത്ഥി P.N. വൈശാഖ്, UDF നേതാക്കളായ KPCC ജനറൽ സെക്രട്ടറി അനിലക്കര, KPCC സെക്രട്ടറി രാജേന്ദ്ര രംഗത്ത, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ്, DCC ഭാരവാഹികളായ ജിജോ കുര്യൻ, NR സതീശൻ, ഷാഹിദ റഹ്മാൻ, PJ രാജു, UDF നിയോജക മണ്ഡലം ചെയർമാൻ NA സാബു, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PG ജയദീപ, അഡ്വക്കേറ്റ് TS മായാദാസ്, ഡോക്ടർ ജോയൽ മഞ്ഞില തുടങ്ങിയവരും പ്രസംഗിച്ചു. സദസ്സിൽ നിന്നുയർന്ന നിരവധി ചോദ്യങ്ങൾക്കും സച്ചിൻ പൈലറ്റ് മറുപടി നൽകി. വ്യാപാരികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് UDF പരിഹാരം കാണുമെന്ന മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് മല്ലയ്യയുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി അദ്ദേഹം പറഞ്ഞു. ചരക്ക് സേവന നികുതിയുമായി ബന്ധപ്പെട്ട ഉപഭോക്താക്കൾ അനുഭവിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന നികുതി വിദഗ്ധൻ V. അനിരുദ്ധന്റെ ചോദ്യത്തിന് മറുപടിയായും അദ്ദേഹം നൽകി. FCRA നിയമം രാജ്യത്തിന്റെ താൽപര്യങ്ങൾക്ക് എതിരാണെന്ന് TM മായാലക്ഷ്മിയുടെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകി. BJP-യുടെ രഹസ്യ അജണ്ടയാണ് പുതിയ നിയമം. ധനസ്രോതസ്സുകളുടെ സുതാര്യത ഉറപ്പുവരുത്താനാണ് പുതിയ വിദേശ സംഭാവന നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത് എന്ന വാദഗതിയെ കോൺഗ്രസ് ശക്തമായി എതിർക്കുന്നു. കോൺഗ്രസ് കേന്ദ്രത്തിൽ ഭരിക്കുമ്പോൾ വോട്ടർ പട്ടിക പരിഷ്കരണവും പൗരത്വ രജിസ്റ്ററും എല്ലാവരെയും ഉൾപ്പെടുത്തിയാണ് തയ്യാറാക്കിയത്. എന്നാൽ BJP എല്ലാ നിയമ സംവിധാനങ്ങളെയും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ദുരുപയോഗം ചെയ്യുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ മോഹൻദാസ് പാറപ്പുറത്ത്, സംസ്കാര സാഹിത്യ ജില്ലാ വൈസ് പ്രസിഡന്റ് ശശികുമാർ കൊടക്കാടത്ത്, ലോയേഴ്സ് കോൺഗ്രസ് വടക്കാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നേൽ, സന്ധ്യ G. വൈശാഖ് എന്നിവരും സംവാദത്തിൽ പങ്കാളികളായി. P.N. വൈശാഖിന്റെ 5 വാഗ്ദാനങ്ങൾ അടങ്ങിയ ഗ്യാരണ്ടി കാർഡും UDF സ്ഥാനാർത്ഥിയുടെ പ്രചരണ ഗാനവും സച്ചിൻ പൈലറ്റ് പുറത്തിറക്കി. തുടർന്ന് നടന്ന സ്ഥാനാർത്ഥിയുമായുള്ള മുഖാമുഖത്തിൽ നിരവധി പേർ സ്ഥാനാർത്ഥിയോട് വികസന സങ്കല്പങ്ങളെ കുറിച്ച് സംവദിച്ചു. താൻ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടാൽ വടക്കാഞ്ചേരിക്കായി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും P.N. വൈശാഖ് പറഞ്ഞു.